50,000-ൽ പരം ക്രോക്കറി ഐറ്റംസ് 50% ഓഫറിൽ, അതെ, ബിഗ്ഗസ്റ്റ് ക്രോക്കറി സെയിൽ നടക്കുന്നു കേട്ടോ. പിന്നെ കൂടാതെ തന്നെ വീട്ടിലോട്ടോ കടയിലോട്ടോ നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് ക്രോക്കറി ഐറ്റംസ് എല്ലാം ഇവിടുന്ന് കിലോ അനുസരിച്ച് പർച്ചേസ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. ഒട്ടുമിക്ക എല്ലാ ഫേമസ് ആയ ബ്രാൻഡിന്റെയും ക്രോക്കറി ഐറ്റംസ് ഇവിടെ ഉണ്ട്, അതും 50% ഓഫറിൽ. നല്ല വെറൈറ്റി കളക്ഷൻസും യുണീക്കായിട്ട് കളക്ഷൻസും ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എല്ലാ ഐറ്റംസിന്റെയും വില ഇതിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഇത് എവിടെയാണ് ലൊക്കേഷൻ നടക്കുന്നതെന്നും പ്ലേസും എല്ലാം ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടി ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ പുതിയ വീടൊക്കെ വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രോക്കറി കളക്ഷൻസ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നമ്മളെ ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ ചാനൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവർ ഈ ഒരു ഹാളിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഐറ്റംസും. അപ്പോൾ ഇത് ഓരോ ബ്രാൻഡ് അനുസരിച്ചും അതുപോലെ തന്നെ പ്ലേറ്റ്, ഗ്ലാസ്, കപ്പ് അങ്ങനത്തെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കാണുന്ന മിൽട്ടൻ്റെ പ്രൊഡക്റ്റ് കേട്ടോ, അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓരോ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സെക്ഷനിലും അവർ അതിൻ്റെ പ്രൈസും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ഈ ഒരു മിൽട്ടന്റെ ഈ ഒരു സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് 1 kg 299 ആട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എത്ര പീസാണ് എടുക്കുന്നത്, എത്ര kg ആണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എത്ര പീസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അവർക്ക് എത്ര kg ആണ് അവർ കൺവേർട്ട് ചെയ്തിട്ട് അവർ റേറ്റും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ. അതുപോലെ തന്നെ ഇത് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും യുണീക്ക് ആയിട്ടുള്ള പീസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇതുപോലെ ഇത് മിൽട്ടൻ തന്നെ കേട്ടോ, അങ്ങനെ ബൗളും കാര്യങ്ങളൊക്കെ, പക്ഷെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു സൈഡാണ്. അപ്പോൾ അവിടെയും 1 kg കണ്ടോ 350 വരുന്നത്. അപ്പോൾ അത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ട്രേ കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ട്രേ എല്ലാം വരുന്നത്. ഈ ഒരു ഗ്രീൻ കളറ് ഈ ലീഫിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ എല്ലാം തന്നെ റൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു അറ്റത്തായിട്ട് കുറച്ച് ഡ്രസ് കളക്ഷൻസും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വേറെ ആയിട്ടാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അവിടെ നമ്മളെ ക്രോക്കറി ഐറ്റംസ് ആണല്ലോ നമ്മുടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ സ്പൂണുകളും അതുപോലെ തന്നെ കപ്പ്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു എത്ര kg അനുസരിച്ചാട്ടോ അവർ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഞാൻ പ്ലേറ്റും അതുപോലെ തന്നെ കപ്പുകളും അങ്ങനത്തെ ഒക്കെ എടുത്ത് ഒരുമിച്ച് ആക്കിയിരിക്കുന്നു. അപ്പോൾ അവർ ബില്ല് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് കറക്റ്റായിട്ട് ബില്ല് പറഞ്ഞു തരുന്നുണ്ട് എത്രയെന്ന്. ഞാൻ എടുത്ത എന്തൊക്കെ ഐറ്റംസ് എടുത്തു എന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിൽ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോകും, അതുകൊണ്ടാണ്. സാധാരണ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നല്ല റേറ്റിന് ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ ഇവിടുന്ന്. നല്ല വിലക്കുറവായിട്ട് തോന്നി. പിന്നെ ഇതാ നമ്മൾ ഓരോ സെക്ഷനിലായിട്ടാണ് വെച്ചിരുന്നത്. ഈ ഒരു ഭാഗം ടിഫിൻ ബോക്സും പിന്നെ അതുപോലെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് അങ്ങനെയൊക്കെ ആക്കിയിട്ടാട്ടോ അവർ വെച്ചത്. പിന്നെ ഇവിടെ തന്നെ കാസറോളും കാര്യം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ കുട്ടി ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മളെ പിസ്സ കട്ടർ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ചെറിയ ഐറ്റം മുതൽ വലിയ ഐറ്റം വരെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു കാസറോളാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഭംഗിയിട്ട് ഗോൾഡൻ കളർ തീമിലുള്ളത്.
അതിൽ 695 ആട്ടോ റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പല ഡിസൈനിലും ഉണ്ട് ഇവിടെ. പിന്നെ ഇപ്പോഴത്തെ കിച്ചണെല്ലാം തന്നെ കളർ തീമിലാണല്ലോ, അതുപോലെ അതനുസരിച്ചുള്ള ക്രോക്കറി ഐറ്റംസ് ആണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുക കളർ. അതുപോലെ അങ്ങനത്തെ ഒരു യുണീക്കായിട്ടുള്ള പീസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കളർ നമ്മൾ അന്വേഷിച്ചെടുക്കണ ഒരു പെർട്ടിക്കുലർ കളർ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു യുണീക്കായിട്ടുള്ള പീസുകളൊക്കെ അവിടെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഓരോ പീസുകളും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വേറൊരു കാസറോളിന് തന്നെ വേറെ റേറ്റ് ആട്ടോ. ഇതും ആ ഒരു 675 ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എല്ലാം തന്നെ റേറ്റ് അവർ എഴുതിയോണ്ട് പിന്നെ നമുക്ക് ഭയങ്കര ഈസി ചെയ്യുന്നു. പിന്നെ റേറ്റ് പുറത്ത് തന്നെ എഴുതി വെച്ചോണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ പിസ്സ കട്ടർ, അതുപോലെ തന്നെ നമ്മൾ ചീസെല്ലാം ഗ്രേറ്റ് ചെയ്യണ ഇതില്ലേ, അത് അങ്ങനത്തെ എല്ലാം തന്നെ ഉണ്ട്. അത് 95. പിസ്സ കട്ടറിന് എത്രയും 110 ആ ഒരു റേഞ്ചിൽ കേട്ടോ. പിന്നെ ചോപ്പർ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോ സെക്ഷനാക്കി വെച്ചേക്കുക കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ കുട്ടികളെ ടോയ്സും ഉണ്ട് കേട്ടോ. ഒരു ഭാഗമായിട്ട് സോഫ്റ്റ് ടോയ്സും കാര്യം അങ്ങനത്തെ ടോയ്സുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഇല്ല കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ തിരഞ്ഞെടുക്കുക. പിന്നെ പാത്രങ്ങളെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഇല്ല എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ വിലക്കുറവ് എനിക്ക് ഇവിടെ തോന്നി കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറിയ ഐറ്റംസ് ഇങ്ങനെ ഒരുപാടുണ്ട്. ഇതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഐറ്റംസ് വേറെ ഐറ്റം ഉണ്ട് കേട്ടോ. ഗ്ലാസ് ഐറ്റംസ് എല്ലാം നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓൺലൈനൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇവിടെ വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. വിശദമായിട്ട് ഞാൻ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഷൂട്ട് ചെയ്ത് വരിക കേട്ടോ. ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഓൺലൈനായിട്ട് കാണാറുണ്ട് കേട്ടോ. അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. 135 ആട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു പീസാട്ടോ. ലീഫിൻ്റെ ഒരു ഷേപ്പായിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടത്. ഇതും ആ ഒരു റേഞ്ച് തന്നെ കേട്ടോ. നല്ല അടിപൊളി ഡിസൈനുമാണ് കാണാൻ കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ് മൊത്തം സ്റ്റീലിൻ്റെ കളക്ഷൻസ് ആട്ടോ. നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പം കാണാറില്ലേ. അപ്പോൾ ഇതിന് 450 ആട്ടോ റേറ്റ് വരുന്നത്. ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ പല സൈസിലും അതുപോലെ തന്നെ പല ഡിസൈനിലും എല്ലാം ഉണ്ട് ഇവിടെ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പുറമെ കോപ്പറിൻ്റെ അതുപോലെ തന്നെ കോട്ടിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ പലവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൽ കാണിക്കുമ്പോൾ തന്നെ റേറ്റും അതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സൈഡ് പിന്നെ സെറാമിക്കിൻ്റെ പാത്രങ്ങളാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഗ്ലാസ് ലിഡോട് കൂടി വരുന്ന ഈ ഒരു പാത്രം നല്ല ഭംഗിട്ടോ. 550 ആട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വിവിധ ദിനം ഡിസൈനും ഉണ്ട് കേട്ടോ. കളർ പാറ്റേണും എല്ലാം വ്യത്യാസമായിട്ടുള്ള വേറെയും കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. ഗ്ലാസ് ഐറ്റംസിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണല്ലോ നമ്മൾ ഗ്ലാസ് ബോട്ടിലും അതുപോലെ തന്നെ അതിനൊരു വുഡൻ ലിഡോട് കൂടിയില്ല ഒരു ബോട്ടിൽസ്. അതിവിടെ വിവിധ
ഡിസൈനിലും അതുപോലെ തന്നെ വിവിധ ഷേപ്പിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റൗണ്ടായിട്ടും സ്ക്വയറായിട്ടും പിന്നെ അതിൻ്റെ വലുതും ചെറുതും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, നല്ല ക്വാളിറ്റിയും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽസും അതുപോലെ വിവിധ ഇനം ഡിസൈൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടീ കെറ്റിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ വേറെ ഐറ്റംസ് ഇതൊക്കെ ഒരു യൂണിക് പീസായിട്ട് തോന്നി കേട്ടോ. അതിന് 525 ആയിട്ടോ റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കെറ്റിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അധികം കളക്ഷൻസ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ കളക്ഷൻസ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഐറ്റംസ് ആണല്ലോ, അതും 595 ആട്ടോ അതിന് റേറ്റ് വരുന്നത്. ഇവിടുത്തെ ഇതുപോലത്തെ പീസുകളൊക്കെ റയറായിട്ട് അധികം എവിടെയും കാണാത്തൊരു കളക്ഷൻസ് और भी न्यू गुड्स आने वाला वो मंगल या बुध तक आ जाएगा। ट्यूसडे अलग हाँ ऑनलाइन डिलीवरी अवेलेबल है क्या नाम ऑनलाइन डिलीवरी नहीं है। അപ്പോൾ നമ്മുടെ ഈ ബിഗ്ഗസ്റ്റ് ക്രോക്കറി സെയിൽ നടക്കുന്നത് മൈസൂരാണ് കേട്ടോ. മൈസൂർ KG കൊപ്പാൽ എന്ന പ്ലേസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിലാണ് കേട്ടോ ഈ ഒരു സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഓൺലൈൻ ഡെലിവറി ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം. സെയിലാണല്ലോ, അതുകൊണ്ടായിരിക്കും ഓൺലൈൻ ഡെലിവറി ഇല്ലാത്ത കേട്ടോ. അപ്പോൾ നിങ്ങൾ മൈസൂർ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ ബാംഗ്ലൂരൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും മൈസൂർ വന്നിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. നമ്മൾ പാലസിൻ്റെ അവിടെ നിന്നൊക്കെ അധികം ദൂരമൊന്നുമില്ല കേട്ടോ, നമുക്ക് പോയി വരാനുള്ള ദൂരം തന്നെയുള്ളൂ. പിന്നെ അധികം ദൂരമൊന്നുമില്ല, എടുത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും എനിക്ക് നഷ്ടമായിട്ട് തോന്നില്ല. ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസിനെക്കാട്ടിലും കൂടുതൽ ലാഭമായിട്ട് ഇവിടെ ഈ ഒരു സെയിലിൽ എനിക്ക് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഷോപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ലാഭമായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഈ ഒരു സെയിൽ വന്നിട്ട് ജൂൺ പകുതി വരെ അല്ലെങ്കിൽ ജൂൺ മുഴുവനായിട്ടുണ്ടാവും കേട്ടോ. ഞാനൊരു നമ്പർ ഇവരുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി മൈസൂർ വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ബിഗ്ഗസ്റ്റ് ക്രോക്കറി സെയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനും കാര്യം എല്ലാം കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ വിളിച്ചിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പിന്നെ ഞാൻ ഇങ്ങോട്ട് പറയാൻ വിട്ടുപോയ കാര്യം, ഈ ഒരു സെയിൽ നടക്കുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു യുണീക്ക് പീസ് തന്നെ പറയാം. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ ഒരു ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാം. നമ്മുടെ ഫോർക്കും അതുപോലെ സ്പൂണും നൈഫൊക്കെ ഇട്ട് വെക്കാനുള്ള സ്റ്റാൻഡാട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഞാൻ വേറെ എവിടെയും ഇങ്ങനത്തെ കണ്ടില്ല, ഫസ്റ്റ് ടൈം കാണാം. നല്ലൊരു ഭംഗിയുള്ള പീസ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗ്ലാസ്സുകളൊരു സെക്ഷനാട്ടോ. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സുകൾ ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ്, അതന്നെ അതിൻ്റെ വലിയത് അതുപോലെ ചെറുത്, അതിൻ്റെ വിവിധ തരം ഷേപ്പുള്ളത്, അങ്ങനെയൊക്കെ ഇങ്ങനെ ലെയറായിട്ട് ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വൈൻ്റെയൊക്കെ ഗ്ലാസ് ചെറുത് വലുതൊക്കെ ആയിട്ട് വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗി കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം സെറ്റിന് 350 അതുപോലെ തന്നെ 650 അങ്ങനത്തെ ഒക്കെ റേഞ്ചിലാട്ടോ ഉള്ളത്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 6 പീസ് ഉണ്ട് കേട്ടോ അതിലൊരു സെറ്റിൽ വരുന്നത്. അതുപോലെ നമ്മളെ ടീ കപ്പുകളെല്ലാം വരുന്നുണ്ട്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന അതുപോലെ പുതിയ വീടൊക്കെ വെച്ച് ക്രോക്കറി ഐറ്റംസൊക്കെ ഷോപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്കും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.